തള്ളി മാറ്റുന്ന സമയത്താണെങ്കിലും വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്താണെങ്കിലും അത്രയ്ക്ക് അത് ഫീൽ ചെയ്യില്ല എന്നുള്ളതാണ്. നമ്മൾ തിരിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ പ്രീലോഡ് എത്ര വേണമെന്നുള്ളത് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇഷ്ടം പോലെ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ബാക്കിലോട്ടോ മുന്നിലോട്ടോ ഒക്കെ തന്നെ ഇറങ്ങി ഓടിക്കുന്ന സമയത്തേക്ക് ഈ ഒരു ടാങ്ക് ആണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് ഗ്രിപ്പ് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നതാണ്. ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു വണ്ടി മലയാളം. നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് കേരളത്തിലെ ഏക സുസുക്കി ബൈക്ക് സോൺ ഷോറൂമായിട്ടുള്ള CP സുസുക്കി കൊച്ചിയിൽ. അപ്പോൾ സുസുക്കി ബൈക്ക് സോണുകളിലൂടെയാണ് ഇതുപോലെയുള്ള പ്രീമിയം സുസുക്കി മോട്ടോർ സൈക്കിൾസ് ഇന്ത്യയിൽ വിറ്റുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിലൊരെണ്ണം നമ്മുടെ കേരളത്തിൽ കൊച്ചിയിലാണുള്ളത്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് ഈ കാണുന്ന ഏറ്റവും പുതിയ സുസുക്കി V-Strom 800Dയുടെ ഒരു വാക്ക് അറൗണ്ട് വീഡിയോ എടുക്കാനായിട്ട്. സുസുക്കിയുടെ ഭാഗത്തു നിന്ന് വരുന്ന അഡ്വഞ്ചർ ടൂറിംഗ് മോട്ടോർ സൈക്കിളുകളിൽ ഏറ്റവും റീസെൻ്റായിട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്ന മോഡലാണ് ഈ കാണുന്ന V-Strom 800D എന്ന് പറയുന്നത്. ഇതിൻ്റെ പ്രീവിയസ് ജനറേഷൻ ആയിരുന്നത് അല്ലെങ്കിൽ ഇതിന് മുമ്പുണ്ടായിരുന്ന മോഡലായ V-Strom 650യുടെ ഒരു സക്സസറായിട്ടാണ് 800Dയെ സുസുക്കി കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കിട്ടുന്ന ഫീച്ചേഴ്സ് അല്ലെന്നുണ്ടെങ്കിൽ ഈ വണ്ടി എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഒരു വാക്ക് അറൗണ്ട് വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾ വീഡിയോയുടെ എൻഡ് വരെ കാണുക. ഈ വണ്ടിയുടെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ കവർ ചെയ്യാം. അതിനോടൊപ്പം തന്നെ ഈ ഒരു വണ്ടിക്ക് ഇപ്പോൾ കേരളത്തിൽ എത്ര രൂപയുണ്ട് ഓൺ റോഡ് പ്രൈസ് എന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ അറിയാൻ സാധിക്കുന്നതാണ്. ഒരു മിഡിൽ വെയിറ്റ് അഡ്വഞ്ചർ ടൂറിംഗ് കാറ്റഗറിയിൽ വരുന്ന വാഹനമാണ് നമ്മുടെ സുസുക്കിയുടെ V-Strom 800D എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ ഇതിന് മുന്നേ ഉണ്ടായിരുന്ന മോഡൽ, അതായത് V-Strom 650 എന്ന് പറയുന്ന ഒരു വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ ടൂർ മോട്ടോർ സൈക്കിളായിരുന്നു. ഓൾ ഓവർ ദ വേൾഡ് ഒരുപാട് അഡ്വഞ്ചർ ടൂറിങ് അല്ലെങ്കിൽ അഡ്വഞ്ചർ മോട്ടോർ സൈക്ലിംഗ് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉപയോഗിച്ച് വരുന്ന ഒരു മോട്ടോർ സൈക്കിളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഒരു സക്സസ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു പുതിയ തലമുറ എന്നുള്ള രീതിക്കാണ് ഈ കാണുന്ന 800Dയെ സുസുക്കി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കഴിഞ്ഞ ഏറ്റവും റീസെൻ്റ് ആയിട്ടാണ് നമ്മുടെ ഇന്ത്യയിലേക്ക് ഈ ഒരു വാഹനം വന്നിരിക്കുന്നത്. അപ്പം നമ്മുടെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്നൊരു മോഡലല്ല ഇത്. പൂർണ്ണമായിട്ടും പുറത്ത് നിർമ്മിച്ച് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്ന ഒരു വാഹനമാണ് ഈ ഒരു V-Strom 800D എന്ന് പറയുന്നത്. ഏകദേശം 232 കിലോഗ്രാമോളമാണ് ഈ ഒരു വാഹനത്തിന് വെയിറ്റ് വരുന്നത്. അതേപോലെ തന്നെ 855 മില്ലിമീറ്ററിൻ്റെ ഒരു സീറ്റ് ഹൈറ്റ് വരുന്ന ഒരു വാഹനമാണ്. അപ്പോൾ ഒരു ഹയർ സീറ്റ് ഹൈറ്റ് ആണ് വരുന്നത്. എങ്കിൽ കൂടിയും ഷോർട്ട് റൈഡേഴ്സിന് വേണ്ടിയിട്ട് ഒരു ലോ സീറ്റ് ഹൈറ്റ് അല്ലെങ്കിൽ ലോ സീറ്റ് ആക്സസറിയും കൂടെ സുസുക്കി ഇതിനോടൊപ്പം തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അവരുടെ ഒഫീഷ്യൽ ആക്സസറി ലിസ്റ്റിൽ. അപ്പം എന്തുകൊണ്ടും ഹൈറ്റ് കുറവുള്ള ആളുകൾക്കും ലേഡീസിനും ഒക്കെ തന്നെ അത് വളരെ നല്ലൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ബൈ സ്റ്റാൻഡേർഡ് ഇതിന് നമുക്ക് 855 mm ആണ് വരുന്നത്. അപ്പോൾ എന്നെപ്പോലെ 5.8 ഫീറ്റ് ഹൈറ്റുള്ള ഒരാൾക്ക് ഇത് വലിയ ബുദ്ധിമുട്ടില്ലാത്ത ഒരു ഹൈറ്റാണ്. കാരണം എനിക്കിതാ കംപ്ലീറ്റ് പ്ലാന്റഡ് ഫുട്ട് അല്ലെങ്കിൽ കൂടിയും എനിക്ക് എൻ്റെ 2 കാലുകളും തറയിൽ കുത്താൻ സാധിക്കുന്നതാണ്. ട്രാഫിക് കണ്ടീഷൻസിൽ അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് കണ്ടീഷനിൽ എനിക്ക് ഈ ഒരു ബൈക്കിനെ മാനേജ് ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും തന്നെ വരില്ല എന്നാണ് ഞാനിപ്പോൾ വിശ്വസിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു സീറ്റിൻ്റെ ഡിസൈനും അതേപോലെ ഇതിൻ്റെ കംഫർട്ടൊക്കെ എടുത്ത് പറയേണ്ടതാണ്. നമുക്ക് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല സപ്പോർട്ട് തരുന്ന രീതിക്കുള്ള ഒരു സീറ്റാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഒരു സിംഗിൾ പീസ് സീറ്റാണ്. അതേപോലെ തന്നെ നല്ല പാഡിങ് വരുന്നുണ്ട്. അതേപോലെ നമ്മൾ ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ വണ്ടിയെ നന്നായിട്ട് ഹഗ് ചെയ്തിരുന്നിട്ട് നമുക്ക് അഡ്വഞ്ചർ റൈഡിങ് നടത്താൻ സാധിക്കും. അതേപോലെ ബാക്കിലേക്ക് ഇറങ്ങിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിലോമീറ്റർ വേണമെങ്കിലും ടൂർ ചെയ്തു പോകാം. കംഫർട്ടബിൾ ആയിട്ട് ഓൾ ഡേ ടൂർ ചെയ്യാവുന്ന രീതിക്കാണ് ഈ ഒരു സീറ്റിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് പില്യൺ സീറ്റിൻ്റെ അവസ്ഥയും. നല്ല പാഡിങ്ങും അതുപോലെ തന്നെ നല്ല വിട്ടും വരുന്ന ഒരു പില്യൺ സീറ്റുമാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ റൈഡർക്കും പില്യണും ഒരേപോലെ കംഫർട്ടബിൾ ആയിട്ട് ഈ ഒരു വാഹനത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കും. പ്ലസ് ലഗേജ് നമുക്കിതിൽ ക്യാരി ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ പുറകിൽ കാണുന്ന ലഗേജ് റാക്ക് എന്ന് പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോപ്പ് ബോക്സ് അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ലഗേജ് പോലെയുള്ള കാര്യങ്ങൾ ഇതിൽ വളരെ ഈസി ആയിട്ട് തന്നെ മൗണ്ട് ചെയ്യാം. പ്ലസ് നമുക്ക് 2 റൈഡർ പ്ലസ് പില്യൺ എന്നുള്ള കോൺഫിഗറേഷനിൽ യാത്ര ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ നമുക്ക് സൈഡ് പാനിയേഴ്സ് മൗണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. ഓപ്ഷൻ മാത്രമല്ല സുസുക്കിയുടെ ആക്സസറീസ് ലിസ്റ്റിൽ നമുക്ക് ടോപ്പ് ബോക്സ് സൈഡ് ബോക്സ് പോലെയുള്ള ആക്സസറീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വലിയൊരു എഞ്ചിനാണ്, അതുപോലെ തന്നെ വലിയൊരു ടൂറിംഗ് വാഹനമാണ്. അതുകൊണ്ട് തന്നെ നല്ല ഒരു ടാങ്ക് റേഞ്ചിന് വേണ്ടിയിട്ട് 20 ലിറ്ററിൻ്റെ ഒരു മെറ്റൽ ടാങ്കാണ് സുസുക്കി ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. മെറ്റൽ ടാങ്ക് ആയതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ മാഗ്നറ്റിക് ടാങ്ക് ബാഗ് പോലെയുള്ള ആക്സസറീസ് ഒക്കെ തന്നെ ഇതിൽ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല വളരെ നല്ല ഒരു ടാങ്ക് റേഞ്ച് നമുക്ക് ഈ ഒരു 20 ലിറ്റർ എന്നുള്ളതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല ഇത് RON 95+ ഒക്ടെയിൻ വരുന്ന ഫ്യൂവലാണ് സുസുക്കി റെക്കമെൻഡ് ചെയ്യുന്നത്. കാരണം ഇത് 12.8:1 എന്നുള്ളൊരു കംപ്രഷൻ റേഷ്യോ വരുന്ന വാഹനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒക്ടെയിൻ റേറ്റിന് മുകളിലുള്ള പെട്രോൾ യൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു എഞ്ചിൻ്റെ മാക്സിമം പെർഫോമൻസ് അതുപോലെ സ്മൂത്ത് പെർഫോമൻസ് ഒക്കെ തന്നെ കിട്ടുകയുള്ളൂ. അപ്പോൾ അതും ഈ ഒരു ടാങ്കിൽ മെൻഷൻ ചെയ്തിരിക്കുന്നതായിട്ട് നമുക്ക് കാണാം. മാത്രമല്ല ടാങ്ക് ഗ്രിപ്സ് അതുപോലെ തന്നെ ടാങ്ക് ക്യാപ്പ് പ്രൊട്ടക്ഷൻ സ്റ്റിക്കർ പോലെയുള്ള ആക്സസറീസും സുസുക്കിയുടെ ജെന്യൂൻ ആക്സസറി ലിസ്റ്റിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും കാഴ്ചയിലാണെങ്കിലും നമുക്ക് വാഹനത്തിൽ ഇരിക്കുമ്പോൾ ഉള്ളൊരു കംഫർട്ട് വൈസ് ആണെങ്കിലും വളരെ നല്ല ഒരു ടാങ്ക് റേഞ്ചും ഒക്കെയാണ് ഞാൻ വാഹനത്തിന് വരുന്നത്. മാത്രമല്ല നിങ്ങൾക്ക് ഈ വാഹനം കാണുമ്പോൾ തന്നെ മനസ്സിലാവും സുസുക്കിയുടെ ആ ഒരു ഐക്കോണിക്
യെല്ലോ പ്ലസ് ബ്ലൂ ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ സുസുക്കിയുടെ ബാഡ്ജിങ്ങും ഈ ടാങ്കിൽ തന്നെ എൻഗേജ് ചെയ്തിരിക്കുന്ന ഈ ഫ്രണ്ട് കൗളും കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് കോക്പിറ്റിലിരുന്ന് കാണാനും അല്ലാണ്ട് പുറത്തു നിന്ന് നോക്കാനും വളരെ ഭംഗിയുള്ള എലമെന്റ്സ് തന്നെയാണ്. സ്റ്റാക്ക് ഡിസൈനിൽ വരുന്ന ഒരു 2 പ്രൊജക്ടർ LED ഹെഡ് ലാംപ്സ് ആണ് വാഹനത്തിൽ വന്നിരിക്കുന്നത്. മാത്രമല്ല ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എല്ലാം തന്നെ നമുക്ക് LED-യിലുമാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ടെയിൽ ലൈറ്റ് നമുക്ക് LED ആണ്. അപ്പോൾ ഓൾ LED ലൈറ്റിംഗിൽ വരുന്ന ഒരു വാഹനമാണിത്. മാത്രമല്ല ഈ ഒരു ഹെഡ് ലാമ്പ് എന്ന് പറയുന്നത് നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ റൈഡിങ് കണ്ടീഷനിലും അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ് തരുന്ന രീതിക്ക് തന്നെയാണ് സുസുക്കി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുമല്ല ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നല്ല ഒരു ഷാർപ്പ് ലുക്ക് കൊടുക്കാനും ഈ ഒരു LED ഹെഡ് ലാമ്പും ഈ ഫ്രണ്ടിൽ കാണുന്ന ഷാർപ്പ് ബീക്കും ഒക്കെ തന്നെ ഈ ഒരു വാഹനത്തെ സഹായിക്കുന്നുണ്ട്. നമുക്കതിന് സൈഡിലായിട്ട് V-Strom ബാഡ്ജിങ് കാണാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ കാണുന്ന ടോൾ വിൻഡ് വൈസർ എന്ന് പറഞ്ഞാൽ നമുക്ക് 3 സ്റ്റെപ്പ് വരെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഇവിടെ അതിനുള്ള ഹോളുകളുമുണ്ട്. അപ്പം ഒരു LNG ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 4 ബോൾട്ടുകൾ ലൂസാക്കിയിട്ട് നമ്മളുടെ ഹൈറ്റിനനുസരിച്ച് നമ്മളുടെ ഉപയോഗത്തിനനുസരിച്ച് ഇത് 3 സ്റ്റെപ്പ് വരെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും സുസുക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്റ്റോക്ക് വിൻഡ് വൈസർ നിങ്ങൾക്ക് പോരാ എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ വലിയ ഒരു വിൻഡ് വൈസർ സുസുക്കിയുടെ തന്നെ ജെനുവിൻ ആക്സസറി ലിസ്റ്റിൽ നമുക്ക് കിട്ടുന്നുണ്ട്. സസ്പെൻഷനിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 220 mm ട്രാവൽ വരുന്ന ഷോവയുടെ ഫുള്ളി അഡ്ജസ്റ്റബിൾ സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൽ കൊടുക്കുന്നത്. അതായത് ഈ ഒരു സസ്പെൻഷൻ്റെ പ്രീലോഡ്, കംപ്രഷൻ ആൻഡ് റീബൗണ്ട് എന്നുള്ളത് നമുക്ക് 2 ഫോർക്കുകളിലും സെപ്പറേറ്റ് ആയിട്ട് സെറ്റ് ചെയ്യാൻ സാധിക്കും. അതെന്ന് പറയുന്നത് ഈ ഒരു ക്ലാസ് ഓഫ് വെഹിക്കിൾസിൽ വെച്ചിട്ട് ഒരു നല്ല ഫീച്ചർ തന്നെയാണ്. കാരണം നമുക്ക് ഓരോരുത്തരുടെ റൈഡിങ് സ്റ്റൈലിനനുസരിച്ച് നമ്മൾ ഓടിക്കുന്ന ടെറൈനനുസരിച്ച് നമ്മുടേതായിട്ടുള്ള രീതിക്ക് ഈ ഒരു സസ്പെൻഷനെ കംപ്ലീറ്റ്ലി അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ഷോ കൊടുത്തിരിക്കുന്നത്. സോ പ്രീമിയം ലെവൽ ഓഫ് സസ്പെൻഷനാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. പോരാത്തതിന് 220 mm ട്രാവൽ ഉള്ളത് തന്നെ നമുക്ക് ഈസി ആയിട്ട് ഈ വാഹനം കൊണ്ട് എത്ര ഹാർഡ് ഓഫ് റോഡ് ടെറൈൻസിലാണെങ്കിലും പോകാൻ ജമ്പുകളൊക്കെ ചെയ്യാം. അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്തും വളരെ കൺട്രോളിൽ തന്നെ വണ്ടി നമ്മുടെ കയ്യിൽ നിൽക്കുന്നതായിരിക്കും. ഇനി അതിന് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സസ്പെൻഷൻ്റെ ഫ്രണ്ട് ഏരിയ കവർ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു മഡ് ഗാർഡ് ഫെൻഡറിൽ ഒരു ഗാർഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ നമുക്ക് 800 എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തേക്കുന്നുണ്ട്. ബ്ലൂ കളറിലാണ് ഇത് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചള്ളയോ അല്ലെന്നുണ്ടെങ്കിൽ കല്ല് പോലെയുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ സസ്പെൻഷനിൽ അടിച്ചിട്ട് ഇത് ഡാമേജ് ആവാനായിട്ടുള്ള ചാൻസസും വളരെ കുറവായിരിക്കും. ബ്രേക്ക് യൂണിറ്റിലേക്ക് പോയിട്ട് കഴിഞ്ഞാൽ 320 mm ഡ്യുവൽ ഡിസ്ക് ബ്രേക്കുകളാണ് നമുക്ക് ഫ്രണ്ടിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ പെറ്റൽ ഡിസൈനിൽ വന്നിരിക്കുന്ന റോട്ടേഴ്സ് ആണ് ഇതിലുള്ളത്. ബ്രേക്ക് കാലിപ്പേഴ്സിലേക്ക് പോയി കഴിഞ്ഞാൽ 2 പിസ്റ്റൺ കാലിപ്പറാണ് നമുക്ക് 2 സൈഡിലും വന്നിരിക്കുന്നത്. അതും നിസിൻ്റെ ആണ്. ബിഗ് പിസ്റ്റൺ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബെറ്റർ ബ്രേക്കിംഗ് ഫീഡ്ബാക്കും സ്റ്റോപ്പിംഗ് പവറും ഒക്കെ തന്നെ ഈ ഒരു വാഹനത്തിന് കിട്ടുന്നതായിരിക്കും. അതേപോലെ ഒരു അഡ്വഞ്ചർ ബൈക്കിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ ഫ്ലെക്സും ഇത് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. കാരണം ഇതൊരു ആക്ച്വലി മൗണ്ടഡ് കാലിപ്പറാണ് ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. വലിയ 21 ഇഞ്ച് ഗോൾഡൻ റിമ്മാണ് ഇതിൽ വന്നിരിക്കുന്നത്. അതും സ്പോക്ക് റിമ്മാണ്. ട്യൂബ് ടയേഴ്സ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു ട്യൂബ്ലെസ് സ്പോക്ക് റിം അല്ല, ട്യൂബ് സ്പോക്ക് റിമ്മാണ്. പ്ലസ് നമുക്ക് ഡൺലപ്പിൻ്റെ ട്രെയിൽ മാക്സ് മിക്സ് ടൂർ എന്ന് പറയുന്ന ഒരു ടയറാണ് വാഹനത്തിൽ ബൈ ഡിഫോൾട്ട്, അതായത് സ്റ്റോക്കായിട്ട് തന്നെ സുസുക്കി കൊടുത്തിരിക്കുന്നത്. 90/90 സെക്ഷനാണ് ഫ്രണ്ട് ടയറിൻ്റെ സൈസും വന്നിട്ട്. 1.3 മീറ്ററോളം ഹൈറ്റ് വരുന്നൊരു വാഹനമാണിത്. അപ്പോൾ ഞാനിതിങ്ങനെ എൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഹൈറ്റ് മനസ്സിലാവും. അതുപോലെ തന്നെ ഇത്രയും വെയിറ്റ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് ഇങ്ങനെ തള്ളി മാറ്റുന്ന സമയത്താണെങ്കിലും വണ്ടിയിൽ കയറിയിരിക്കുന്ന സമയത്താണെങ്കിലും അത്രയ്ക്ക് അത് ഫീൽ ചെയ്യില്ല എന്നുള്ളത് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അതാ ഇങ്ങനെ പാർക്കിംഗ് ലോട്ടിലോ അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി എവിടെയെങ്കിലും ഇറങ്ങി ഉന്തുന്ന സമയത്തൊക്കെ തന്നെ വളരെ കൺട്രോൾ ചെയ്ത് കോൺഫിഡൻ്റ് ആയിട്ട് തന്നെ ഇതിനെ ഇങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇതിലിപ്പോൾ നമുക്ക് സൈഡ് സ്റ്റാൻഡാണ് വന്നിരിക്കുന്നത്. സെൻട്രൽ സ്റ്റാൻഡ് ഈ ഒരു വാഹനത്തിൽ ആക്സസറി ആയിട്ടാണ് വിൽക്കുന്നത്. അപ്പോൾ സെൻട്രൽ സ്റ്റാൻഡ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് അത് വാങ്ങി വാഹനത്തിൽ വെക്കാവുന്നേ ഉള്ളൂ. ഈ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സൈഡിൽ കാണാൻ സാധിക്കുന്നത് ഒരു സ്റ്റബ്ബി എക്സോസ്റ്റ് ആണ്. 2x1 എന്നുള്ള ഒരു കോൺഫിഗറേഷനിൽ വരുന്നതാണ്. കാരണം ഒരു പാരലൽ ട്വിൻ എഞ്ചിനാണ് ഇതിലിരിക്കുന്നത്. അപ്പം ഈ ഒരു എക്സോസ്റ്റ് വരുമ്പോഴത്തേക്ക് അപ്സപ്പ് ഡിസൈനിലാണ് കൊടുത്തിരിക്കുന്നത്. കാരണം ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ ട്രാവൽ അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. അതേപോലെ തന്നെ വാട്ടർ വെയ്ഡിങ് കപ്പാസിറ്റി കൂട്ടാനും വേണ്ടിയാണ് ഇങ്ങനെ ഇതിനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വണ്ടിയുടെ സൈഡിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് വലിയൊരു ബിഗ് ബൈക്ക് ഫീൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സൗണ്ടും വളരെ സ്വീറ്റാണ്. അത് ഞാൻ വീഡിയോയുടെ മുന്നിലേക്ക് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം. ഇനി ബാക്ക് ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 150 സെക്ഷൻ ടയറാണ് വരുന്നത്. അതും 17 ഇഞ്ച് വീൽസിൽ, സ്പോക്ക് വീൽസിൽ. ഇതും നമുക്കൊരു ട്യൂബ് ടയറാണ് കിട്ടുന്നത്. ഫ്രണ്ട് ആൻഡ് ബാക്ക് ടയർസ് നമുക്ക് റേഡിയലാണ്. അതേപോലെ തന്നെ ഒരു ഡ്യുവൽ പാറ്റേൺ ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഓൺ റോഡിലും ഓഫ് റോഡിലും ഒരേ കോൺഫിഡൻസോടെയും കൺട്രോളോടെ ഈ ഒരു വാഹനത്തെ യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 240 mm ഡിസ്ക് ബ്രേക്കാണ് ബാക്കിൽ വന്നിരിക്കുന്നത്. അതിലൊരു സിംഗിൾ പിസ്റ്റൺ നിസിൻ കാലിപ്പറുമാണ് കൊടുത്തിരിക്കുന്നത്. ABS നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ ഡുവൽ ചാനൽ ABS പ്രസൻ്റ് ആണ്. പക്ഷേ 2 ABS മോഡ്സ് ഇതിൽ വരുന്നുണ്ട്. അതായത് ABSൻ്റെ ഇൻ്റർവെൻഷൻ 2 ലെവലിൽ സുസുക്കി ഇതിൽ കൊടുത്തിട്ടുണ്ട്.
അതും മാത്രമല്ല നമുക്ക് ബാക്ക് ABS സ്വിച്ചബിളും കൂടിയാണ്. സോ ഓഫ് റോഡ് ഓടിക്കുന്ന സമയത്തൊക്കെ തന്നെ നമുക്കത് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്ക് സ്ലൈഡും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ഇതിൽ അടിക്കാൻ സാധിക്കും. മാത്രമല്ല നമ്മളിപ്പം വെറ്റ് കണ്ടീഷനിൽ ഓടിക്കുമ്പം കുറച്ചും കൂടെ ABS ഇൻ്റർവെൻഷൻ വേണ്ട സമയത്തേക്ക് ഒരു മാപ്പ്, അല്ലാതെ നമ്മൾ ഡ്രൈ കണ്ടീഷനിൽ റോഡിലൊക്കെ ഓടിക്കുന്ന സമയത്തേക്ക് കുറച്ചുകൂടെ ലേറ്റ് ഇൻ്റർവെൻഷൻ വേണ്ട രീതിക്കുള്ള മാപ്പിങ്ങും ഒക്കെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ABS സെറ്റിംഗ്സിൽ വന്നിട്ടുണ്ട്. ബാക്കിൽ നമുക്ക് പ്രീലോഡ് ആൻഡ് റീബൗണ്ട് ഡാമ്പിംഗ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ലിങ്ക്ഡ് ടൈപ്പ് മോണോ സസ്പെൻഷനാണ് കൊടുത്തിരിക്കുന്നത്. അതും ഷോവയുടെ ഭാഗത്തു നിന്നാണ് വന്നിരിക്കുന്നത്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിതിൻ്റെ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബ് നമുക്കിതാ ഈ ഒരു റിയർ ഫുഡ് പെക്കിൻ്റെ പുറകിലായിട്ടുണ്ട്. അത് ഈ ഒരു സാധനം നമ്മൾ തിരിക്കുന്നതിനനുസരിച്ച് നമ്മളുടെ പ്രീലോഡ് എത്ര വേണമെന്നുള്ളത് നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പം നമ്മൾ സിംഗിൾ റൈഡറായിട്ട് പോകുന്ന സമയത്തുള്ള പ്രീലോഡ് ആയിരിക്കില്ല നമുക്ക് വിത്ത് പില്ലൺ പോകുമ്പോൾ വേണ്ടത്, അതായിരിക്കില്ല നമ്മൾ വിത്ത് ലഗേജ് പോകുമ്പോൾ വേണ്ടത്. അങ്ങനെ നമ്മളുടെ റൈഡിങ് കണ്ടീഷൻ അനുസരിച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് ഇതിൻ്റെ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റീബൗണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ക്രൂവും ഈ ഒരു സസ്പെൻഷൻ്റെ ടോപ്പ് പോർഷനിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അതൊരു സിംഗിൾ മൈനസ് സ്ക്രൂ ഡ്രൈവർ വെച്ചിട്ട് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാനും സാധിക്കുന്നതാണ്. സ്വിങ്ങാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അലുമിനിയം സ്വിങ്ങാമാണ് കൊടുത്തിരിക്കുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു റിജിഡ് സ്വിങ്ങാമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏതൊരു റൈഡിങ് കണ്ടീഷൻ കൂടെ ഓടിച്ചെന്ന് പറഞ്ഞാലും വണ്ടിക്ക് നല്ല ഒരു റിയർ ആൻഡ് ഫീലും സ്റ്റെബിലിറ്റിയും ഈ ഒരു സ്വിങ്ങാം മൂലം നമുക്ക് കിട്ടുന്നതാണ്. ഒരു കോമ്പാക്ട് ക്ലിയർ ലൈൻസ് LED ടെയിൽ ലാമ്പാണ് ഒരു വാഹനത്തിൽ കൊടുത്തിരിക്കുന്നത്. ബാക്കിൽ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം നല്ല ഒരു ലുക്ക് തന്നെ ഇത് കൊടുക്കുന്നുണ്ട്. ഞാൻ തിരിച്ച് കാണിക്കാം. നല്ല പ്രീമിയം ഫീൽ തരുന്ന ഒരു ടെയിൽ ലാമ്പാണ്. അതേപോലെ തന്നെ നമ്മൾ താഴേക്ക് വരുന്നുണ്ടെങ്കിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് പ്രകാരം ഇതിൽ നമുക്കൊരു സാരി കാർഡ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തുള്ള വാഹനങ്ങളൊന്നും നമുക്കിത് കാണാൻ സാധിക്കില്ല. പക്ഷേ ഇന്ത്യയിൽ ഇറങ്ങുന്ന 2 വീലേഴ്സ്, അതിപ്പോൾ പ്രീമിയം മോട്ടോർ സൈക്കിൾ ആയിക്കോട്ടെ സൂപ്പർ ബൈക്ക് ആയിക്കോട്ടെ എല്ലാത്തിനും ഈ ഒരു ഐറ്റം കൊണ്ട് ഇറക്കാവുന്നതാണ് നമ്മുടെ ഗവൺമെൻറ് നോംസ്. അതുകൊണ്ടാണ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഈ ഒരു സാരി കാർഡ് കാണാൻ സാധിക്കുന്നത്. സിമ്പിളി നമുക്ക് ഇവിടുന്ന് 2 ബോൾട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇതിനെ റിമൂവ് ചെയ്യാവുന്നേ ഉള്ളൂ. അത് ഈ വാഹനം വാങ്ങിക്കുന്ന ആരും ആദ്യം ചെയ്യുന്ന ഒരു കാര്യം തന്നെ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ടയർ പ്രഷർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ 33ഉം ബാക്കിൽ 36ഉമാണ് നമ്മൾ സിംഗിൾ റൈഡറായിട്ട് അല്ലെങ്കിൽ റൈഡർ മാത്രം സഞ്ചരിക്കുമ്പം കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ടയർ പ്രഷർ. ഇനി അതല്ല നിങ്ങൾ പില്ലണയും കൂടെ കൊണ്ട് യാത്ര ചെയ്യുന്ന സമയത്താണെങ്കിൽ ഫ്രണ്ടിൽ 33ഉം ബാക്കിൽ 41ഉമാണ് റെക്കമെൻഡ് ടയർ പ്രഷർ. 1570 mm വീൽ ബേസ് ഉള്ളൊരു വാഹനമാണിത്. അതുകൊണ്ട് തന്നെയും ഇത് സ്ലോയിൽ പോകുന്ന സമയത്താണെങ്കിലും നമ്മൾ എണ്ണീച്ച് നിന്ന് ഓടിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ നല്ല ഒരു സ്റ്റെബിലിറ്റി ഈ ഒരു വാഹനത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടും. കാരണം നല്ല ഒരു ലോങ് വീൽ ബേസിന് വരുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളിതിൻ്റെ റേക്ക് ആംഗിൾ നോക്കിയാലും മനസ്സിലാവും, കുറച്ച് ലോങ് റേക്ക് ആംഗിൾ വരുന്നൊരു വാഹനമാണ്. അതുകൊണ്ട് ആ ഒരു എക്സ്ട്രാ സ്റ്റെബിലിറ്റി നമുക്ക് എല്ലാ ടെറൈൻസിലും ഈ ഒരു വാഹനത്തിൽ നിന്ന് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ 220 mm ആണ് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഏത് കല്ലിൻ്റെ മുകളിൽ കൂടെ അല്ലെന്നുണ്ടെങ്കിൽ വുഡൻ ലോക്സിൻ്റെ മുകളിൽ കൂടെ ഒക്കെ തന്നെ ഈ ഒരു വാഹനത്തെ ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നതാണ് എഫേർട്ട്ലെസ്ലി. ഇരിക്കുമ്പോൾ മാത്രമല്ല സ്റ്റാൻഡിങ് പൊസിഷനിൽ നമുക്ക് ഈ ഒരു വണ്ടി വളരെ കംഫർട്ടബിൾ ആയിട്ട് തന്നെ ഫീൽ ചെയ്യും. കാരണം ഇഷ്ടം പോലെ സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമുക്ക് ബാക്കിലോട്ടോ മുന്നിലോട്ടോ ഒക്കെ തന്നെ ഇറങ്ങി ഓടിക്കുന്ന സമയത്തേക്ക് ഈ ഒരു ടാങ്ക് ആണെങ്കിൽ തന്നെ നമുക്ക് നല്ല രീതിക്ക് ഗ്രിപ്പ് ചെയ്ത് നിൽക്കാൻ സാധിക്കുന്നതാണ്. പിന്നീട് ഈ ഒരു ഹാൻഡിലിൻ്റെ കാര്യം എടുത്തു പറയേണ്ടതാണ്. കാരണം നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മൾ വിരിഞ്ഞിരിക്കുക എന്നൊക്കെ പറയുന്നത് ലിറ്ററലി ഇതിലിരിക്കുമ്പോഴാണ് ഫീൽ ചെയ്യുന്നത്. കാരണം നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ, അതും ടേപ്പേഡ് ഡിസൈനിലാണ് വന്നിരിക്കുന്നത്. നമുക്ക് ഈ ഒരു മിഡിൽ പോർഷനിൽ കനക്കൂടുതലാണ്, ഈ അറ്റത്തേക്ക് വരുമ്പോഴത്തേക്ക് കനക്കുറവാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയെ ഇങ്ങനെ ലിവറേജിന് നമുക്ക് കുറച്ചുകൂടെ എളുപ്പമാണ്. അതേപോലെ വൈബ്രേഷൻസും കുറേ കൂടെ ഡാമ്പ് ആകാനായിട്ട് ഈ ഒരു ഹാൻഡിൽ ബാർ സഹായിക്കുന്നുണ്ട്. ഇനി ഈ ഹാൻഡിൽ ബാറിൽ എന്തൊക്കെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്കിതിൽ പ്ലാസ്റ്റിക് നക്കിൾ ഗാർഡ്സ് കൊടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ബുഷ് ഗാർഡ്സ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പം കാടിൻ്റെ ഇടയ്ക്കൂടെ പോകുന്ന സമയത്തേക്ക് നമ്മുടെ ഈ ഒരു ലിവേഴ്സിലേക്കൊന്നും വന്നിട്ട് ബ്രാഞ്ചസോ മറ്റും തട്ടുന്നതിൽ നിന്നും അത് പ്രിവെൻറ്റ് ചെയ്യും. അതേപോലെ നമ്മൾ ടൂറിങ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ നല്ല തണുപ്പുള്ള സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കോൾഡ് വിൻഡ് വന്ന് നമ്മുടെ കയ്യിലടിച്ച് കൈ ഫ്രീസ് ആവുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നതാണ് ഈ ഒരു നക്കിൾ ഗാർഡ്സ് ഉള്ളതുകൊണ്ട്. നല്ല വൈഡ് ആയിട്ടുള്ള നക്കിൾ ഗാർഡ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഒരു പ്രൊട്ടക്ഷനും ഇതിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് വന്നിരിക്കുന്നത്. ലിവേഴ്സ് നോൺ അഡ്ജസ്റ്റബിൾ ആണ്, പക്ഷേ നല്ല ലെങ്ത് ഉള്ള ലിവേഴ്സാണ്. നമുക്ക് അത്യാവശ്യം ഒരു ഹോൾ ഹാൻഡിൽ ബാറിൽ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്ന തരത്തിലാണ് ലിവേഴ്സിൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത്. ഹാൻഡിൽ ബാർ ഗ്രിപ്പും അടിപൊളിയാണ്. നമ്മൾ ഗ്ലൗസ് ഇല്ലാണ്ട് പിടിക്കുമ്പോഴാണെങ്കിൽ നല്ല ഒരു കംഫർട്ടബിൾ ഫീൽ ഇതിൽ നിന്ന് കിട്ടുന്നുണ്ട്. പിന്നെ എടുത്ത് പറയേണ്ടത് ഈ ഒരു വാഹനത്തിൻ്റെ ത്രോട്ടിൽ എന്ന് പറയുന്നത് റൈഡ് ബൈ വയർ ആണെന്നുള്ളതാണ്. കാരണം ഇതിൽ ഇലക്ട്രോണിക്സും കാര്യങ്ങളൊക്കെ തന്നെ വരുന്നുണ്ട്. സോ മോഡേൺ റൈഡ് ബൈ വയർ ടെക്നോളജിയാണ് ഇതിലും സുസുക്കി യൂസ് ചെയ്തിരിക്കുന്നത്. റൈറ്റ് സൈഡിൽ നമുക്ക് എൻജിൻ കിൽ സ്വിച്ച് പ്ലസ് സ്റ്റാർട്ടർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അതിന് താഴെയായിട്ടാണ് നമ്മുടെ ഇഗ്നീഷൻ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇഗ്നീഷൻ അല്ല, നമ്മുടെ ഹസാർഡ് ലാമ്പിൻ്റെ സ്വിച്ച് കൊടുത്തിരിക്കുന്നത്. ഇതാണ് എൻജിൻ കില്ലും അതേപോലെ സ്റ്റാർട്ടർ ബട്ടണും ഒരു പ്രത്യേകത ഉണ്ട്. സിംഗിൾ ടച്ച് സ്റ്റാർട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ക്രാങ്ക് ചെയ്ത് പിടിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ തന്നെ വണ്ടി ഫയറപ്പ് ആവുന്നതാണ്. അത് ഞാൻ നിങ്ങൾക്ക് പിന്നീട് കാണിച്ചു തരാം. അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പാസ് സ്വിച്ച്, അതേപോലെ തന്നെ മീറ്റർ കൺസോളിൽ
നാവിഗേറ്റ് ചെയ്യാനായിട്ടുള്ള ജോയ്സ്റ്റിക്ക്, മോഡ് ബട്ടൺ, ഇൻഡിക്കേറ്റർ സ്വിച്ച്, ഹോൺ സ്വിച്ച്, ഇത്തരം കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഒരു 5 ഇഞ്ച് കളർ TFT ഡിസ്പ്ലേ ആണ് സുസുക്കി ഈ ഒരു വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. സ്റ്റാർട്ടപ്പായി വരുമ്പോൾ ഇതുപോലെ സുസുക്കിയുടെ ലോഗോ നമുക്ക് ആനിമേഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇതേപോലെയുള്ള വാർണിംഗ് സൈൻസ് ഒക്കെ തന്നെ പോപ്പപ്പ് ആയിട്ടും ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്നതാണ്. ഇനി എന്തൊക്കെയാണ് ഇതിൽ വരുന്നത് നമുക്ക് നോക്കാം. ഇവിടെ നമുക്കൊരു ടാക്കോമീറ്റർ വരുന്നുണ്ട്. ആക്ച്വലി ഇതൊരു മൾട്ടി ഫംഗ്ഷൻ ടാക്കോമീറ്റർ ആണ്. നമുക്കിതിൽ ഒരു സർട്ടൻ RPM സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു RPM ആകുമ്പോഴത്തേക്ക് ഈ ഒരു ടാക്കോമീറ്റർ ബ്ലിങ്ക് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് ഷിഫ്റ്റിംഗ് ടൈം ആയിന്ന് പെട്ടെന്ന് അതിൽ നിന്ന് മനസ്സിലാക്കാനും സാധിക്കുന്നതാണ്. 12,000 വരെയാണ് നമുക്കിതിൽ മാർക്കിങ്സ് വന്നിരിക്കുന്നത്. ഏകദേശം 9,500 റെഡ് ലൈൻ മാർക്ക് ചെയ്തിരിക്കുന്നത്. അതുപോലെ വലിയൊരു സ്പീഡോമീറ്റർ വരുന്നുണ്ട്, ഗിയർ പോസ്റ്റ് ഇൻഡിക്കേറ്റർ വരുന്നുണ്ട്, ക്വിക്ക് ഷിഫ്റ്ററിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ ഫ്യൂൽ ഗേജ്, ട്രിപ്പ് മീറ്റേഴ്സ്, ട്രിപ്പ് 1ൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി, അതുപോലെ തന്നെ ട്രിപ്പ് 2ൻ്റെ ഫ്യൂൽ എഫിഷ്യൻസി, റേഞ്ച്, ടാങ്ക് റേഞ്ച്, ഇൻസ്റ്റൻറ്റേനിയസ് ഫ്യൂൽ എഫിഷ്യൻസി പോലെയുള്ള കാര്യങ്ങൾ കാണാം. പിന്നെ ഓഡോമീറ്റർ, ബാറ്ററി വോൾട്ടേജ് ഇതിൽ കാണിച്ചു തരുന്നതാണ്. ഈ താഴെ കൊടുത്തിരിക്കുന്നത് നമ്മളുടെ കൂളൻ ടെമ്പറേച്ചറാണ്. ഇത് നമ്മുടെ എക്സ്റ്റേണൽ എയർ ടെമ്പറേച്ചറാണ് കൊടുത്തിരിക്കുന്നത്. 34 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി ഇലക്ട്രോണിക് സൈഡ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സുസുക്കി ഇൻ്റലിജൻറ്റ് റൈഡ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ് ഇതിൽ സുസുക്കി യൂസ് ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ, അതുപോലെ തന്നെ സുസുക്കി ഡ്രൈവ് മോഡ് സെലക്ടർ, ABS സെറ്റിംഗ്സ് ഒക്കെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ട്രാക്ഷൻ കൺട്രോൾ നമുക്ക് ടോട്ടലി 4 മോഡ്സ് വരുന്നുണ്ട്. G, ഓഫ്, 1, 2, 3 എന്നിങ്ങനെയാണത്. അത് 1, 2, 3 എന്ന് പറയുന്നത് നമ്മുടെ നോർമൽ ട്രാക്ഷൻ കൺട്രോൾ ലെവൽസിനെ ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മുടെ ത്രോട്ടിൽ ഓപ്പണിംഗ് അനുസരിച്ച് എന്തോരം അഗ്രസീവായിട്ടാണ് നമ്മുടെ ട്രാക്ഷൻ കൺട്രോൾ വർക്ക് ആവുന്നു എന്നുള്ളതിനെ അത് ഡിഫൈൻ ചെയ്യും. അതേപോലെ തന്നെ ഓഫിൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് റിയർ വീൽ ട്രാക്ഷൻ ഓഫ് ആക്കാൻ സാധിക്കും. സോ നമുക്ക് പവർ സ്ലൈഡ്സും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് ചെയ്യാം. പിന്നീട് വരുന്നൊരു മോഡാണ് G എന്ന് പറയുന്നത്. G ഫോർ ഗ്രാവൽ എന്നാണ് സുസുക്കി ഉദ്ദേശിക്കുന്നത്. അതായത് ഈ ഒരു ഗ്രാവൽ മോഡിൽ ഇട്ട് കഴിഞ്ഞാൽ അൺപേവ്ഡ് റോഡ്സ്, അതായത് ഇപ്പം ടാർ ഇല്ലാത്ത കൂടുതൽ ഗ്രാവലും കല്ലും ഒക്കെ നിറഞ്ഞ റോഡുകളിലൂടെ നമ്മൾ ഓടിക്കുമ്പോഴത്തേക്ക് നമുക്കൊരു സർട്ടൻ ലിമിറ്റ് വരെ ബാക്ക് വീൽ സ്പിന്ന് തരികയും എന്നാൽ അത് ഓവറായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് പോകാത്ത രീതിക്ക് ഇടയ്ക്കിടയ്ക്ക് ഇലക്ട്രോണിക് സിസ്റ്റം ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിക്കാണ് അതിനെ സുസുക്കി ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ കംപ്ലീറ്റ്ലി സേഫായിട്ട് ഈ ഒരു വാഹനത്തെ നമുക്ക് ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് ഈ ഇലക്ട്രോണിക് സിസ്റ്റം നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നീട് വരുന്നതാണ് നമ്മളുടെ SDMS, അതായത് സുസുക്കി ഡ്രൈവ് മോഡ് സെലക്ടർ എന്ന് പറയുന്നത്. അതിൽ നമുക്ക് A, B, C എന്നിങ്ങനെ 3 മോഡ്സ് വരുന്നുണ്ട്. A എന്ന് പറയുന്നത് വാഹനത്തിൻ്റെ കംപ്ലീറ്റ് പവർ അൺലോക്ക് ചെയ്യുന്ന ഒരു മോഡാണ്. കംപ്ലീറ്റ് പവർ മാത്രമല്ല, കുറേ കൂടെ അഗ്രസീവായിട്ടുള്ള ഒരു ത്രോട്ടിൽ ആയിരിക്കും ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നത്, അല്ല ത്രോട്ടിൽ റെസ്പോൺസ് ആയിരിക്കും കിട്ടുന്നത്. B മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ കുറച്ചും കൂടെ സോഫ്റ്റർ ആയിട്ടുള്ള ഒരു ലീനിയർ ത്രോട്ടിൽ റെസ്പോൺസും പവർ ഡെലിവറി വാഹനത്തിൻ്റെ ഭാഗത്തുനിന്ന് വരും. C മോഡിലേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ലീനിയർ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആയിരിക്കും എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത്. അതായത് നമ്മൾ വെറ്റ് സർഫസിലും ചെളി നിറഞ്ഞ സാഹചര്യങ്ങളൊക്കെ തന്നെ ഓടിക്കുന്ന സമയത്തേക്ക് വളരെ കൺട്രോളബിൾ ആയിട്ട് തന്നെ വാഹനത്തെ ഓടിച്ചുകൊണ്ട് പോകാനായിട്ട് ഈ ഒരു സെറ്റിങ്സ് നമ്മളെ സഹായിക്കുന്നതാണ്. പിന്നീട് വരുന്നതാണ് നമ്മുടെ ABS മോഡ്സ്. ABSന് ഈ പറഞ്ഞ പോലെ 2 മോഡുകൾ വരുന്നുണ്ട്, 1 and 2. പിന്നെ വരുന്നത് ഓഫ് ആണ്. സോ റിയർ വീൽ ABS നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ഓഫ് ചെയ്യാൻ സാധിക്കുന്നതാണ്. 1ൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ABS ഇൻട്രൂഷൻ എന്ന് പറയുന്നത് റോഡ് പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു രീതിക്കായിരിക്കും, അതായത് ലെസ് ഇൻട്രൂസീവ് ആയിരിക്കും ABS. 2ലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ ഇൻട്രൂസീവ് ആയിട്ടുള്ള ABS സെറ്റിങ്സ് ആണ് വരുന്നത്. അപ്പം വെറ്റ് കണ്ടീഷനിൽ ഓടിക്കുമ്പോഴത്തേക്ക് നമുക്ക് മാക്സിമം സേഫ്റ്റി അത് പ്രൊവൈഡ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പറയുന്ന പോലെ കുറച്ചും കൂടെ ഓഫ് റോഡിൽ ഫണ്ണായിരിക്കും. കാരണം നമുക്ക് ബാക്ക് വീൽ സ്ലൈഡ് ചെയ്യാനും അതേപോലെ തന്നെ കുറച്ചും കൂടെ ഓഫ് റോഡിൽ വാഹനത്തെ എഫക്റ്റീവായിട്ട് പിടിച്ചു നിർത്താനും ഒക്കെ തന്നെ ഓഫ് ആക്കാനും സാധിക്കുന്നതാണ്. അങ്ങനെ ABS സെറ്റിങ്സ് ഇതിൽ വരുന്നുണ്ട്. പിന്നീട് ഇവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെയും ബാക്കി വാർണിംഗ് ലാംപ്സ് ഒക്കെ തന്നെ ഈ ഒരു ഡിസ്പ്ലേയുടെ സൈഡിലായിട്ടൊക്കെ തന്നെ കാണാൻ സാധിക്കും. ഇത്രയാണ് ഈ ഒരു ഡിസ്പ്ലേയിൽ വരുന്ന ഫംഗ്ഷൻസ് എന്ന് പറയുന്നത്. അത്യാവശ്യം ഫീച്ചർ ലോഡായിട്ടുള്ള ഒരു ഡിസ്പ്ലേ തന്നെയാണ് ഇത് കൊടുത്തിരിക്കുന്നത്. കാണാനാണെങ്കിലും നല്ല ഒരു എസ്തെറ്റിക് അപ്പീലിംഗ് ആണ്. എല്ലാം ഈസി റീഡ് ഔട്ട് ആണ്. ഇതിൽ നമുക്ക് അധികം ബുദ്ധിമുട്ടേണ്ടി വരുന്നില്ല ഒരു സെറ്റിങ്ങും കാണാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻഫർമേഷനും റീഡ് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ഒരു മോഡ്സ് ഒക്കെ തന്നെ സെലക്ട് ചെയ്യാനായിട്ട് ഈ ഒരു ജോയ്സ്റ്റിക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. ഒരു ടൂറിംഗ് കംഫർട്ടിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമുക്ക് കൺട്രോളിന് വേണ്ടിയിട്ടും ഡിസൈൻ ചെയ്തിരിക്കുന്ന ഫ്രെയിമും സബ് ഫ്രെയിമുമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. പ്രീവിയസ് ജനറേഷനെക്കാളും നോക്കുമ്പോഴത്തേക്ക് ഇതൊരു കംപ്ലീറ്റ്ലി ന്യൂ സെറ്റപ്പാണ്. നമുക്ക് ഇവിടെ സബ് ഫ്രെയിം കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ മെയിൻ ഫ്രെയിം വരുന്നത്. അതിലാണ് നമ്മുടെ ഈ ഒരു പാരലൽ ട്വിൻ എഞ്ചിനെ മൗണ്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ എഞ്ചിൻ്റെ താഴെ നിങ്ങൾക്ക് നോക്കിയാൽ ഒരു ക്രാഷ് ഗാർഡ് കാണാൻ സാധിക്കും. ഇതൊരു സ്റ്റാൻഡേർഡ് പ്ലാസ്റ്റിക് ക്രാഷ് ഗാർഡാണ്. നമുക്ക് വണ്ടിയുടെ കൂടെ ബൈ സ്റ്റോക്ക് വരുന്നത് ഈ ഒരു പ്ലാസ്റ്റിക് ആണ്. പക്ഷേ നമുക്ക് സുസുക്കി ഒരു അലുമിനിയം ബാഷ് പ്ലേറ്റും കൂടെ ആക്സസറീസിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എക്സ്ട്രാ പ്രൊട്ടക്ഷൻ നമുക്ക് ആ ഒരു ബാഷ് പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ എഞ്ചിന് കിട്ടുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ സീറ്റിനടിയിൽ എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് നോക്കാം. സോ സിംപ്ലി നമുക്ക് ഈ ഒരു സിംഗിൾ പീസ് സീറ്റിങ്ങിനെ മാറ്റി കഴിഞ്ഞാൽ നമുക്ക് ബാറ്ററി ഇതായി ഏകദേശം സെൻറ്ററിലേക്കാണ് വന്നിരിക്കുന്നത്. സോ റൈഡറിൻ്റെ വെയിറ്റും ബാറ്ററിയുടെ വെയിറ്റും ഒക്കെ തന്നെ ആ ഒരു സെൻട്രലൈസ് ചെയ്യാനായിട്ട് നമ്മളെ
ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇവിടെയാണ് നമ്മുടെ എയർ ബോക്സ് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന വണ്ടിയുടെ. ഇവിടെ നിന്ന് അതിൻ്റെ ഇൻടേക്സ് പോയിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്യൂസും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിലായിട്ട് കൊടുത്തിരിക്കുന്നത്. നമുക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റ് വരുന്നുണ്ട്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ വിൻസ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ള LN കീ നമുക്ക് വാഹനത്തിൽ തന്നെ ഫിറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അതേപോലെ നമുക്കൊരു ഡബിൾ ഹെഡഡ് ആയിട്ടുള്ള സ്ക്രൂ ഡ്രൈവർ വരുന്നുണ്ട്. വണ്ടിയുടെ മാനുവൽ നമുക്ക് ഇങ്ങനെയാണ് ഈ ഒരു വണ്ടി ഇമ്പോർട്ട് ചെയ്ത് വരുന്ന സമയത്ത് ഇതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബുക്കും പേപ്പറും മാനുവലും ഒക്കെ തന്നെ ഈ ഒരു ഏരിയയിൽ ഈസി ആയിട്ട് സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനായിട്ടുള്ളൊരു സ്പേസ് തന്നെ ഇതിന് കൊടുത്തിട്ടുണ്ട്. മിക്ക വണ്ടികൾക്ക് നമ്മൾ ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണ് ഈ പറയുന്ന പോലത്തെയുള്ള ഡോക്യുമെൻറ്റ്സ് എവിടെ സൂക്ഷിക്കും എന്നുള്ളത്. സോ അതിനുള്ള ഒരു സ്പേസും നമുക്ക് ഈ ഒരു വാഹനത്തിനുള്ളിൽ കാണാൻ സാധിക്കും. മാത്രമല്ല മാനുവൽ ഉള്ളതുകൊണ്ട് തന്നെ ഇൻ കേസ് നമ്മൾ ഏതെങ്കിലും ഒരു ഓഫ് റോഡ് ട്രെയിൽസിൽ പെട്ടു എന്തെങ്കിലും ചെറിയൊരു മെക്കാനിക്കൽ ഇഷ്യൂ വണ്ടിക്ക് വന്നെന്ന് കണ്ടാൽ തന്നെ നമുക്ക് വണ്ടിയെ പറ്റി സ്റ്റഡി ചെയ്തിട്ട് പറ്റുന്നതാണെങ്കിൽ നമുക്ക് തന്നെ റിസോൾവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും അവിടെ പോസിബിൾ ആണ്. ബിക്കോസ് ആ ഒരു മാനുവൽ നമുക്ക് ഇതിൽ തന്നെ വെക്കാനുള്ളൊരു സ്പേസ് വരുന്നുണ്ട്. അത്രയേ ഉള്ളൂ സീറ്റിൻ്റെ അടിയിലുള്ള വിശേഷങ്ങൾ. ഇനിയാണ് ഇതിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ കാണുന്ന 776cc പാരലൽ ട്വിൻ DOHC ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ 4 വാൽവ് പെർ ഹെഡ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. അങ്ങനെ ടോട്ടൽ നമുക്കപ്പോൾ 8 വാൽവ്സ് ഇതിൽ വരുന്നുണ്ട്. 4 സ്ട്രോക്ക് എഞ്ചിനാണ്, ഫ്യൂൽ ഇഞ്ചക്ടർ എഞ്ചിനാണ്. മാത്രമല്ല റൈറ്റ് ബൈ വയർ ത്രോട്ടിലും കൂടിയാണ് ഇതിൽ വന്നിരിക്കുന്നത്. കൂടെ തന്നെ നമുക്ക് ബൈ ഡയറക്ഷണൽ ക്വിക്ക് ഷിഫ്റ്റർ ഇതിൽ വരുന്നുണ്ട്. സോ അപ്പ് ആൻഡ് ഡൗൺ നമുക്ക് വിത്തൗട്ട് യൂസിങ് ക്ലച്ച് ഈ ഒരു വാഹനത്തിൽ അപ്പ് ആൻഡ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഒരു 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഈ ഒരു എഞ്ചിൻ്റെ കൂടെ സുസുക്കി മേറ്റ് ചെയ്തിരിക്കുന്നത്. സുസുക്കിയുടെ പ്രീവിയസ് അതായത് ഇതിൻ്റെ തന്നെ നമ്മുടെ V-Strom 650 വന്നിരുന്നത് ഒരു V-Twin എഞ്ചിനാണ്. 650cc V-Twin എഞ്ചിനായിരുന്നെങ്കിൽ ആ ഒരു എഞ്ചിനിൽ നിന്ന് മാറി ഒരു പാരലൽ ട്വിൻ സെറ്റപ്പിലേക്ക് പോയിരിക്കുകയാണ് സുസുക്കി ഈ ഒരു V-Strom 800Dയിലേക്ക് വന്നപ്പോഴത്തേക്ക്. അതിനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് കുറച്ചും കൂടെ എഞ്ചിനെ ലൈറ്റർ ആൻഡ് കോമ്പാക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ്. സോ നമുക്ക് കുറച്ചും കൂടെ വണ്ടിയുടെ ആ ഒരു റൈഡിൽ അല്ലെന്നുണ്ടെങ്കിൽ ഹാൻഡ്ലിംഗ് എബിലിറ്റീസിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്താനായിട്ട് സാധിക്കും. ഒരുപാട് സവിശേഷതകളുള്ളൊരു എഞ്ചിനാണ്. മാക്സിമം ഏകദേശം 83 bhp ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് 8500 RPM. അതുപോലെ തന്നെ ഒരു 78 Nm ടോർക്ക് 6800 RPM ഈ ഒരു എഞ്ചിൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു പാരലൽ ട്വിൻ എഞ്ചിനാണ്. പോരാത്തതിന് ആ ഒരു പഴയ V-Twin എഞ്ചിൻ്റെ ക്യാരക്ടർ കൊണ്ടുവരാനായിട്ട് 270 ക്രാങ്ക് ഷാഫ്റ്റ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു V-Twinൻ്റെ റംബിൾ സൗണ്ട് നമുക്ക് ഈ ഒരു എഞ്ചിനിൽ നിന്ന് കിട്ടും. അതേപോലെ നല്ല ഒരു ട്രാക്ഷനും സ്മൂത്ത് ലീനിയർ ടോർക്ക് ഡെലിവറി നമുക്ക് ഈ ഒരു വാഹനത്തിൽ കിട്ടുന്നതായിരിക്കും. അപ്പം അതെന്തായാലും നന്നായി. കാരണം ഇതുപോലെ ഒരു അഡ്വഞ്ചർ ബൈക്കിന് നമുക്ക് ലോ സ്പീഡ്സിൽ പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും ഹൈ ക്രൂസിങ്ങിൽ പോകുമ്പോഴാണെങ്കിലും ആ ഒരു പവർ ബാൻഡിൽ ടോർക്കിൻ്റെ അവൈലബിലിറ്റി എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യലാണ്. അപ്പോൾ ആ ഒരു ക്രൈറ്റീരിയ മീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു എഞ്ചിനെ കൊണ്ട് സാധിക്കും എന്നാണ് സുസുക്കി അവകാശപ്പെടുന്നത്. മാത്രമല്ല ഇതിനെ ഇത്രയും റിഫൈൻ ആക്കാൻ വേണ്ടിയിട്ട് സുസുക്കി ഇതിൽ 2 കൗണ്ടർ ബാലൻസർ ഷാഫ്റ്റ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത് സുസുക്കിയുടെ പേറ്റൻറ്റഡ് ടെക്നോളജി തന്നെയാണ്. ഏകദേശം ഈ ഒരു ക്രാങ്ക് ഷാഫ്റ്റിനോട് 90 ഡിഗ്രിയിൽ തന്നെ അവർ ആ 2 കൗണ്ടർ ബാലൻസർ ഷാഫ്റ്റ്സിനെയും അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഒരു ട്വിൻ സിലിണ്ടർ എഞ്ചിനാണ് നമുക്കിന്ന് മാർക്കറ്റിൽ വാങ്ങാവുന്നതിൽ വെച്ചിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് റിഫൈൻഡ് ട്വിൻ സിലിണ്ടർ എഞ്ചിൻ തന്നെ ഈ ഒരു എഞ്ചിനെ വിളിക്കാൻ സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ ഈ ഒരു എഞ്ചിനെ തണുപ്പിക്കാനായിട്ട് നമുക്കിതിൽ ഒരു വലിയ റേഡിയേറ്റർ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നുണ്ട്. അതിൽ തന്നെ കൂളൻ പമ്പും അതിൻ്റെ പൈപ്പും കാര്യങ്ങളൊക്കെ തന്നെ സൈഡിൽ കൂടെ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. മാത്രമല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സിംഗിൾ ടച്ച് സ്റ്റാർട്ടാണ് ഇതിൽ വന്നിരിക്കുന്നത്. നമ്മൾ പവർ സ്റ്റാർട്ട് ബട്ടൺ ഞെക്കി പിടിക്കേണ്ട ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ തന്നെ എഞ്ചിൻ തന്നെ ഫയർ അപ്പ് ആവുന്നതാണ്. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു അടിപൊളി എഞ്ചിൻ തന്നെ വേണം പറയാനായിട്ട്. ഈ ഒരു എഞ്ചിൻ എങ്ങനെയുണ്ട് ഓൺ റോഡ് എക്സ്പീരിയൻസ് എന്നുള്ളതൊന്ന് ഓടിച്ച് നോക്കാനായിട്ട് എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പം നമുക്ക് ഈ ഒരു വോക്ക് അറൗണ്ട് വീഡിയോയിൽ ഇത്ര മാത്രമാണ് ഈ ഒരു എഞ്ചിനെ പറ്റി എനിക്ക് പറയാനുള്ളത്. എന്തായാലും നമുക്ക് ഈ ഒരു വണ്ടി ഒരു റിവ്യൂവിനായിട്ട് കയ്യിൽ കിട്ടുന്ന സമയത്ത് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു എഞ്ചിൻ നമ്മുടെ ഓൺ റോഡ് ഓഫ് റോഡ് കണ്ടീഷൻസിലും ടൂറിംഗ് കണ്ടീഷൻസിലും ഒക്കെ തന്നെ പെർഫോം ചെയ്യുന്നതും ഇതിൻ്റെ ഫ്യൂവൽ എഫിഷ്യൻസി ഇൻ റിയൽ വേൾഡ് എത്ര കിട്ടും എന്നൊക്കെ ഉള്ളത്. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു എഞ്ചിൻ്റെ സൗണ്ട് കേൾപ്പിച്ച് തരാം. അടിപൊളി സൗണ്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി സൗണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സൗണ്ടാണ്. അപ്പോൾ നിങ്ങളോടൊന്ന് കേട്ട് നോക്കാം.
അപ്പോൾ എങ്ങനെയുണ്ട് ഈ ഒരു പാരലൽ ട്വിൻ എഞ്ചിൻ്റെ പുതിയ പാരലൽ ട്വിൻ എഞ്ചിൻ്റെ സൗണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പ്രീവിയസ് 650 ഓണേഴ്സ് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബൈക്കിൻ്റെ സൗണ്ടുമായിട്ട് ഇതിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെന്നുള്ളതോടെ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഈ വണ്ടിയെ പറ്റി ഇത്രയും കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്ന വലിയൊരു ചോദ്യമാണ് എത്ര രൂപയ്ക്ക് നമുക്കിത് വാങ്ങാൻ കിട്ടും എന്നുള്ളത്. അപ്പം കേരളത്തിലെ പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 10.42 lakhs ആണ് ഇതിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് വരുന്നത്. അത് ഓൺ റോഡ് വരുമ്പോഴത്തേക്ക് ഏകദേശം 13.38 lakhs എന്നുള്ള ഒരു എമൗണ്ടിലേക്ക് പോകുന്നുണ്ട്. അതായത് ഏകദേശം 2.25 ലക്ഷം രൂപയോളം നമുക്ക് ഇതിന് ടാക്സ് വരുന്നുണ്ട്. അത് നമ്മുടെ ഈ കേരളത്തിൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. കാരണം നമുക്കറിയാം അബോവ് 2 lakhs മോട്ടോർ സൈക്കിൾസിനൊക്കെ തന്നെ 21% നമുക്ക് ടാക്സ് വരുന്നത്. അപ്പോൾ ഇത്രയും വില കൂടിയ ഒരു ബൈക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ആ ഒരു 21% കൂടെ അപ്ലൈ ആകുമ്പോഴത്തേക്ക് വലിയൊരു എമൗണ്ടിലേക്ക് അത് പോകുന്നുണ്ട്. പക്ഷേ എന്നാൽ കൂടെ നമുക്ക് 13 ലക്ഷം അല്ലെങ്കിൽ 13.5 ലക്ഷത്തോട് അടുത്തുള്ള ഒരു വില എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തെ സംബന്ധിച്ച് നോക്കുമ്പോഴത്തേക്ക് ജസ്റ്റിഫൈങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങളൊരു ട്രാവൽ എന്തൂസിയാസ്റ്റ് ആണ്, ഒരു അഡ്വഞ്ചർ ലവർ ആണെന്നുണ്ടെങ്കിൽ ഇത് നിങ്ങളുടെ ലൈഫിൽ എടുക്കാൻ പറ്റിയ ഒരു വണ്ടിയാണ്. അതായത് ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് വേറൊരു വണ്ടിയെ പറ്റിയിട്ട് പിന്നെ ചിന്തിക്കേണ്ട ഒരു ആവശ്യം വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഓൾമോസ്റ്റ് എല്ലാ കണ്ടീഷൻസും മീറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു വാഹനത്തെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കാരണം ഓൾ ഓവർ ദ വേൾഡ് ഒരുപാട് അഡ്വഞ്ചർ ലവേഴ്സ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് സുസുക്കിയുടെ ഈ കാണുന്ന V-Strom 800D എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു വാഹനത്തെ പറ്റിയിട്ട് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങൾ എന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ഈ വാഹനത്തെ പറ്റി കൂടുതൽ അറിയാനായിട്ട് നിങ്ങൾക്ക് നേരിട്ട് കാണാമെന്നുണ്ടെങ്കിലും CP ബൈക്ക് സോണിലേക്ക് നിങ്ങൾക്ക് വരാമെന്നാണ് കൊച്ചിയിലുള്ള. അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? ബൈക്ക് സോൺ വൈറ്റില. സോ വൈറ്റിലാണ് ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത്. സോ ബൈക്ക് സോൺ വൈറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഷോറൂമിൽ ഈ ഒരു വാഹനം ഇരിപ്പുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യാമെന്നാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൊണ്ട് തന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വണ്ടിയെ തൊട്ടും ഇതിലിരുന്നും ഒക്കെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ പ്ലാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവരെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് വരിക. കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതേപോലെ ഒരു എക്സൈറ്റിംഗ് ന്യൂസ് കൂടിയുണ്ട്. ഉടനെ തന്നെ ഈ ഒരു V-Strom 800Dയുടെ ടെസ്റ്റ് റൈഡ് ബൈക്ക് നമ്മുടെ CP സുസുക്കിയിൽ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇത് വന്ന ഉടനെ ഫസ്റ്റ് നമുക്ക് തന്നെ ടെസ്റ്റ് റൈഡ് തരാമെന്ന് ഒരു ഉറപ്പ് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഒരുപാട് കാലതാമസം ഇല്ലാണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ റൈഡ് റിവ്യൂയും കൂടെ ഞങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യാൻ സാധിക്കും. സോ വെരി താങ്ക്സ് ടു CP സുസുക്കി ബൈക്സ്. അപ്പോൾ അത്രയൊക്കെയാണ് ആ ഒരു പുതിയ സുസുക്കി V-Strom 800Dയുടെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് തരിക. അതുപോലെ തന്നെ ഇനി ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമ്മുടെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെയുള്ള ഒരുപാട് വോക്ക് അറൗണ്ട് വീഡിയോസും റിവ്യൂ വീഡിയോസും ഒക്കെ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വാഹനം നമ്മൾ ഏതാണ് വോക്ക് അറൗണ്ട് അല്ലെങ്കിൽ റിവ്യൂ ചെയ്യേണ്ടതെന്നുള്ളത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോയുടെ കമൻറ്റായിട്ടും ചെയ്യണം. എന്തായാലും അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വാഹനമായിട്ട് കാണുമ്പോൾ ഇറ്റ്സ് മീ നിജി.